ജൂലൈ മാസത്തിലാണ് ബംഗ്ലാദേശിൽ 2024 ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. മൺസൂൺ റവല്യൂഷൻ, ജൂലൈ റവല്യൂഷൻ, ഇങ്ങനെയൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്ന ഇസ്ലാമിസ്റ്റുകൾ നടന്ന കലാപത്തെ അന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ 2024 ജൂലൈ മാസം ആദ്യം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങുന്ന കലാപം ഓഗസ്റ്റ് മാസം 5 ആകുമ്പോൾ ആ കലാപം എല്ലാ അർത്ഥത്തിലും പൊട്ടിപ്പുറപ്പെട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിൽ അഭയം തേടേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ കലാപത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗവൺമെൻറ് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ 30% റിസർവേഷൻ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ റിസർവേഷൻ നൽകണമെന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ സർക്കാരിന്റെ നിലപാടിനെ സുപ്രീം കോടതി കൂടി ശരിവെച്ചു. ആ ശരിവെച്ച സുപ്രീം കോടതി നിലപാടിനെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര ഇസ്ലാമിക സംഘടനയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ജൻസി കലാപം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കലാപം ബംഗ്ലാദേശിൽ തുടങ്ങുന്നത്. പക്ഷേ ആ കലാപം എവിടെയാണ് എത്തിയത്? ഈ റിസർവേഷനെതിരെ ബംഗ്ലാദേശിൽ ആരംഭിച്ച കലാപം ഒരു ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ മാറാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കലാപം തുടങ്ങുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയാണെങ്കിൽ ആ കലാപകാരികൾ പറഞ്ഞിരുന്നത് ഈ റിസർവേഷനെതിരെയാണ് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ കലാപം അവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിലേക്ക്, അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിലേക്ക്, അവിടെ സന്യാസിമാരെ പരസ്യമായി അപമാനിക്കുന്നതിലേക്ക് എത്തിയല്ലോ. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതല്ലേ. അതിന്റെ ഒരു റിപ്ലൈക്ക് തന്നെയല്ലേ നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്നത്. അതെ, അവിടെ ഹിന്ദുക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അല്ല, ഇവിടെ മുദ്രാവാക്യം വിളിക്കത്തുള്ളൂ, അതിനപ്പുറം കല്ലെറിയ